നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയുടെ 3.25 പവന്റെ പാദസരം മോഷ്ടിച്ചു. വണ്ടൂർ ശാന്തിനഗറിലെ അക്കരപ്പറമ്പൻ അബ്ദുവിന്റെ മൂത്ത മകൾ നജിലയുടെ പാദസരമാണ് മോഷ്ടാവ് മുറിച്ചെടുത്തത്. കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ അതിർത്തി പങ്കിടുന്ന കരിമ്പുഴയുടെ മധ്യത്തിൽ വളർന്ന കാടുകളും പ്രളയമാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള നടപടികളുമായി ഗ്രാമപഞ്ചായത്തുകൾ. ക്യാമറകൾ സ്ഥാപിച്ചുള്ള കടുവകളുടെ 3ാം ഘട്ട കണക്കെടുപ്പ് പൂർത്തീകരിച്ചു. നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിലും സൈലന്റ് വാലിയുടെ ഒരു ഭാഗം വനമേഖലയും ഉൾപ്പെടുന്ന 130 ഗ്രിഡുകളിൽ 260 ക്യാമറകൾ സ്ഥാപിച്ചാണ് 3ാം ഘട്ട കണക്കെടുപ്പ് നടത്തിയിരുന്നത്. വനത്തിനകത്തെ കരുളായി നെടുങ്കയം പണിയഗോത്ര വനാവകാശ ഒരു കൂട്ടം സമിതിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കി സാമൂഹ്യ വനാവകാശ രേഖയിലൂടെ ലഭ്യമായ ഭൂമിയിൽ വിഭവ പരിപാലനവും സംരക്ഷണവും വിപണനവും നടത്തുന്നതിനാവശ്യമായ മാനേജ്മെന്റ് പ്ലാനാണ് തയ്യാറാക്കിയത്. മാമ്പാട് ഗ്രാമപഞ്ചായത്ത് കരിക്കാട്ടുമണ്ണ MCF-ൽ ഫയർ ഓഡിറ്റ് തീപിടുത്ത സാധ്യത പരിശോധന, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന തുടങ്ങിയവ നടന്നു. വാർത്തകൾ വിശദമായി. രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയുടെ 3.25 പവന്റെ പാദസരം മോഷ്ടിച്ചു. വണ്ടൂർ ശാന്തിനഗറിലെ അക്കരപ്പറമ്പൻ അബ്ദുവിന്റെ മൂത്ത മകൾ നജിലയുടെ പാദസരമാണ് മോഷ്ടാവ് മുറിച്ചെടുത്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണം നടന്നത്. വലതുകാലിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് ജനലിന് സമീപം മോഷ്ടാവിനെ കണ്ടത്. ബഹളം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും പാദസരങ്ങളുമായി മോഷ്ടാവ് കടന്നു കളഞ്ഞിരുന്നു. കനത്ത ചൂട് കാരണം ജനലുകൾ എല്ലാം തുറന്നിട്ടിരുന്നു. സംഭവ സമയത്ത് 7ഓളം അംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പരാതി പ്രകാരം വണ്ടൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. വേനൽക്കാലമായതിനാൽ രാത്രി സമയങ്ങളിലും കനത്ത ചൂടാണ്. അതിനാൽ ഒട്ടുമിക്ക വീട്ടുകാരും ജനൽ വാതിലുകൾ തുറന്നിട്ടാണ് ഉറങ്ങുന്നത്. ഈ തക്കം നോക്കി രാത്രികാലങ്ങളിൽ മോഷ്ടാക്കൾ സജീവമാവുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടതും അല്ലാത്തതുമായ വീടുകൾ കേന്ദ്രീകരിച്ച് ജനൽ വഴി സ്വർണ്ണാഭരണങ്ങൾ കവരുവാൻ മോഷ്ടാക്കൾ രാത്രിയിൽ ഇനിയും എത്താനിടയുണ്ട്. അതിനാൽ ജനൽ തുറന്നിട്ട് സമീപത്ത് കട്ടിലിൽ കിടന്നുറങ്ങരുതെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഇപ്പോ ചൂട് കാലമാണ്. ഈ സമയത്ത് മിക്ക വീടുകളിലും ചൂടിന്റെ അസഹ്യത കാരണം ജനല് തുറന്നിട്ടാണ് മിക്ക ആൾക്കാരും കിടന്നുറങ്ങുന്നത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കള്ളന്മാരൊക്കെ ഇപ്പോൾ ജനലിൻ്റെ അടുത്തുകൂടി വന്ന് സ്വർണവും അതുപോലെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന ഗോൾഡ് പോലുള്ള ആഭരണങ്ങളൊക്കെ പിടിച്ചു പറിച്ചെടുക്കാനുള്ളൊരു ഇത് കാരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ജനലുകൾ തുറന്നിട്ട് ജനലിൻ്റെ അടുത്ത് കിടക്കാതിരിക്കുക. മാത്രമല്ല ആഭരണങ്ങൾ ധരിച്ച് രാത്രി ഉറങ്ങാതിരിക്കുക. ആഭരണങ്ങളൊക്കെ സേഫായിട്ട് വെക്കുക. ലോക്കർ തന്നെ വെച്ച് പൂട്ടി വെക്കുക. ശേഷം കൂടാതെ മുമ്പിലുള്ളയും പിറകിലുള്ളയും വാതിലൊക്കെ കൃത്യമായിട്ട് ലോക്ക് ചെയ്തെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡയൽ ചെയ്യുന്ന രീതിയിലേക്ക് പെട്ടെന്ന് പോലീസിനെ എത്തിക്കാവുന്ന രീതിയിലേക്ക് പെട്ടെന്ന് കിട്ടാവുന്ന നമ്പറുകളൊക്കെ ഫസ്റ്റ് ഡയൽ തന്നെ ഓപ്ഷനിലാക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള മോഷ്ടാക്കളെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ജനങ്ങൾ ഏറ്റവും നന്നായി ഉറങ്ങുന്ന പുലർച്ചെ 2-ന് ശേഷമുള്ള സമയങ്ങളിലാണ് മോഷണങ്ങൾ കൂടുതലായും ഉണ്ടാകുന്നതെന്നും പോലീസ് പറഞ്ഞു. കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ അതിർത്തി പങ്കിടുന്ന കരിമ്പുഴയുടെ മധ്യത്തിൽ വളർന്ന കാടുകളും പ്രളയ മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള നടപടികളുമായി ഗ്രാമപഞ്ചായത്തുകൾ. കരിമ്പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കാൻ വരുന്ന ചിലവുകൾ കണക്കാക്കാൻ ഇരു പഞ്ചായത്തിലെയും എഞ്ചിനീയറിംഗ് വിഭാഗം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശനം നടത്തി.
10 വർഷത്തോളമായി കരിമ്പുഴയുടെ മധ്യത്തിൽ കാട് വളരുവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ സംരക്ഷിത വനത്തിന് സമാനമായ അവസ്ഥയിലാണ്. മുളംകൂട്ടം ഉൾപ്പെടെയുള്ള കാടുകൾ പുഴ മധ്യത്തിൽ വളർന്നിട്ടുണ്ട്. 2019 പ്രളയത്തിൽ ഇവിടെയുള്ള കാടുകളിൽ വന്നടിഞ്ഞ ചെളിയും മറ്റും കാടുകൾ കൂടുതൽ വളരുവാൻ കാരണമായി. കരുളായി വനത്തിൽ നിന്നും വരുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഇടത്താവളമാവുന്ന ഈ കാട് മദ്യം മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സ്ഥിരം കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കൂടാതെ കരുളായി പാലത്തിന് ചേർന്ന് വളർന്ന മരങ്ങൾ പാലത്തിന് ഭീഷണിയാവുന്നതോടൊപ്പം വരുന്ന വർഷക്കാലത്ത് ഇരു പഞ്ചായത്തിന്റെയും പുഴയോരത്തെ ഗ്രാമങ്ങളിൽ പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനുമുള്ള സാധ്യതയും ഏറെയാണ്. ഒരാൾക്ക് മുകളിൽ ഉയരത്തിലാണ് ഇപ്പോൾ പുഴയിൽ മണ്ണ് വന്നടിഞ്ഞിട്ടുള്ളത്. ഇവയെല്ലാം പരിഗണിച്ചാണ് പുഴ മധ്യത്തിലെ കാടും പ്രളയ മാലിന്യങ്ങളും നീക്കം ചെയ്യുവാനുള്ള ആവശ്യവുമായി ഇരു പഞ്ചായത്തുകളും രംഗത്ത് വന്നത്. കരുളായി കരിമ്പുഴയുടെ തീരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നാട്ടുകാർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പുഴയാണ്. അതിൻ്റെ തനതായ രൂപമൊക്കെ നഷ്ടപ്പെട്ടിട്ട് 4-5 വർഷമായി. കഴിഞ്ഞ 2018-19 പ്രളയകാലത്ത് മുകൾ മലയിൽ നിന്നൊക്കെ ഇടിഞ്ഞ് വന്ന മണ്ണ് വന്ന് കൂടി അത് തെട്ടുകളായി മാറി മരങ്ങളും വൻവൃക്ഷങ്ങളും വന്ന് വലിയൊരു ഈ പുഴയുടെ തനതായ ശൈലിയെ നഷ്ടപ്പെടുന്ന രീതിയിലായിട്ടുണ്ട്. അതിനി പഴയ രൂപത്തിലാക്കാനുള്ള ശ്രമം മൂത്തേടം കരുളായി പഞ്ചായത്തിലെ ഈ പുഴയോട് പാർശ്വഭാഗത്തുള്ള ആളുകളും മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥക്കാരെ ഒന്നിച്ചുള്ള ഒരു സന്ദർശനമാണ് ഇവിടെ ഉള്ളത്. ഇതിന് ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെട്ട് മഴയ്ക്ക് മുമ്പേ നമ്മുടെ ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാനാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനത്തിൽ നാട്ടുകാരുടെ സഹകരണമുണ്ട്, ജനപ്രതിനിധികളുടെയും ഭരണസമിതിയുടെയൊക്കെ സഹകരണങ്ങളുണ്ട്. അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താനും ആവശ്യമായ സാങ്കേതിക കാര്യങ്ങൾ തീരുമാനിക്കാനുമാണ് സ്ഥലം സന്ദർശിച്ചത്. പ്രളയമാലിന്യങ്ങളും കാടും നീക്കം ചെയ്യുവാൻ വരുന്ന ചിലവ് കണക്കാക്കുന്നതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാനാണ് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം സന്ദർശിച്ചത്. ഇവർ നൽകുന്ന എസ്റ്റിമേറ്റ് കണക്കുമായി ഫണ്ട് ചിലവഴിക്കുവാനുള്ള അനുമതിക്കായി ജില്ലാ കളക്ടറെ സമീപിക്കുവാനാണ് ജനപ്രതിനിധികളുടെ തീരുമാനം. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ഹഫ്സത്ത്, കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ഷീജ, വൈസ് പ്രസിഡന്റ് ഇ.കെ. ഉസ്മാൻ, ടി.പി. സിദ്ദിഖ്, ടി.ജി. രാജു, സലീം മുണ്ടോടൻ, കരുളായി പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാഫി, മൂത്തേടം പഞ്ചായത്ത് സെക്രട്ടറി ഡി നൌഷാദ് അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം പുഴ സന്ദർശിച്ചത്. ക്യാമറകൾ സ്ഥാപിച്ചുള്ള കടുവകളുടെ 3ാം ഘട്ട കണക്കെടുപ്പ് പൂർത്തീകരിച്ചു. നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിലും സൈലന്റ് വാലിയുടെ ഒരു ഭാഗം വനമേഖലയും ഉൾപ്പെടുന്ന 130 ഗ്രിഡുകളിൽ 260 ക്യാമറകൾ സ്ഥാപിച്ചാണ് 3ാം ഘട്ട കണക്കെടുപ്പ് നടന്നിരുന്നത്. 45 ദിവസത്തിനു ശേഷം ഗ്രിഡുകളിൽ നിന്ന് തിരിച്ചെടുത്ത ക്യാമറകൾ പറമ്പിക്കുളം ടൈഗർ റിസർവിന് കൈമാറി. 2006 ഭാഗമായിട്ട് നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ വനഭാഗങ്ങളിൽ 3ാം ഘട്ടം എന്ന നിലയ്ക്ക് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു. അത് 45 ദിവസത്തോളം നമ്മൾ ഫീൽഡിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. 130 ഗ്രിഡുകളായിട്ടാണ് നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായി റേഞ്ചിലെ കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇത് സ്ഥാപിച്ചിരുന്നത്. 45 ദിവസം പൂർത്തീകരിച്ചതിന് ശേഷം ഓരോ ഗ്രിഡ് ചാർജുള്ള ഓഫീസർമാരും വാച്ചർമാരും ചേർന്ന് ക്യാമറ ട്രാപ്പുകൾ തിരിച്ച് സ്റ്റേഷനിലെത്തുകയും തുടർന്ന് പറമ്പിക്കുളം ടൈഗർ കൺസർവേഷൻ ടീമിൻ്റെ നിർദ്ദേശപ്രകാരം നെടുങ്കയത്ത് എത്തിക്കുകയും ചെയ്തു. ഇത് അവർക്ക് ഇന്ന് കൈമാറ്റം ചെയ്യുകയാണ്. കഴിഞ്ഞ 45 ദിവസം ഇതിൽ വന്ന ഡാറ്റാസ് എല്ലാം അനലൈസ് ചെയ്ത് അത് ഡൽഹി ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്ക് എത്തിക്കുന്നതായിരിക്കും ഇനി പറഞ്ഞു കൊടുക്കുന്നത്. 45 ദിവസത്തിന് ശേഷം ഗ്രിഡുകളിൽ നിന്നും തിരിച്ചെടുത്ത ക്യാമറകൾ പറമ്പിക്കുളം ടൈഗർ റിസർവിന് കൈമാറി. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി നടത്തുന്ന കടുവ കണക്കെടുപ്പിന്റെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള കണക്കെടുപ്പ് നടത്തുന്നത്. 1ാം ഘട്ട സർവേയിൽ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ സൗത്ത് ഡിവിഷനിൽ മാത്രമാണ് 3ാം ഘട്ട സർവേയുടെ ഭാഗമായുള്ള ക്യാമറ കണക്കെടുപ്പ് നടന്നത്. ഇതിൽ നോർത്ത് ഡിവിഷനെ ഒഴിവാക്കിയിരുന്നു. അതിനാൽ സൗത്ത് ഡിവിഷനിൽ മാത്രമാണ് ജില്ലയിൽ ക്യാമറ സർവേ നടന്നത്. വനമേഖലകളെ ബ്ലോക്കുകളാക്കി തിരിച്ച് ഓരോ ബ്ലോക്കിലും നേരിട്ട് കാണുന്ന കടുവകൾ, കാഷ്ടം, ടെറിട്ടറി മാർക്ക്, കാൽപ്പാട് തുടങ്ങിയവയാണ് 1ാം ഘട്ടത്തിൽ 8 ദിവസത്തെ സർവേയിൽ നടന്നത്. ഈ വിവരങ്ങൾ അനലൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് 2ാം ഘട്ടത്തിൽ നടന്നത്. ഇതിനുശേഷമാണ് കടുവാ സാന്നിധ്യം മനസ്സിലാക്കിയ മേഖലകളെ 130 ഗ്രിഡാക്കി തിരിച്ച് ക്യാമറകൾ സ്ഥാപിച്ചുള്ള കണക്കെടുപ്പ് നടന്നത്. 2 ചതുരശ്ര കിലോമീറ്ററിനെ ഒരു ഗ്രിഡ് എന്ന നിലയ്ക്ക് തിരിച്ച് ഇവിടെ 6 മുതൽ 10 മീറ്റർ വരെ അകലത്തിൽ മുഖാമുഖമാക്കി 2 വീതം ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ 47ഉം നെടുങ്കയം സ്റ്റേഷന് കീഴിൽ 60ഉം ഉൾപ്പെടെ കരുളായി വനം റേഞ്ചിന്റെ കീഴിൽ 107
ഗ്രിഡുകളിൽ 214 ക്യാമറകളും ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ 18ഉം കരുവാരക്കുണ്ട് സ്റ്റേഷന് കീഴിൽ 5ഉം ഉൾപ്പെടെ കാളികാവ് റേഞ്ചിന് കീഴിൽ 23 ഗ്രിഡുകളിലായി 46 ക്യാമറകളുമാണ് സ്ഥാപിച്ചിരുന്നത്. നോഡൽ ഓഫീസറായ കരുളായി വനം റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാന്റെ സാന്നിധ്യത്തിൽ പറമ്പിക്കുളം ടൈഗർ മോണിറ്ററിംഗ് സെല്ലിലെ കൺസർവേഷൻ ബയോളജിസ്റ്റ് വിഷ്ണു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനീഷ്, ടൈഗർ മോണിറ്ററിംഗ് വാച്ചർമാർ എന്നിവർക്കാണ് ക്യാമറകൾ, മെമ്മറി കാർഡ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ, ഡാറ്റ ഷീറ്റ് എന്നിവ പരിശോധിച്ച് കൈമാറിയത്. പറമ്പിക്കുളത്തെത്തിക്കുന്ന മെമ്മറി കാർഡുകളും മറ്റും പരിശോധനയ്ക്ക് ശേഷം ഡാറ്റകൾ ക്രോഡീകരിച്ച് ഡൽഹിയിലെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിക്ക് കൈമാറും. ഇതോടെ ഫീൽഡ് തല സർവേക്ക് സമാപനമാവുകയും ഡൽഹിയിൽ നടക്കുന്ന ഡാറ്റ പരിശോധനയോടെ 4ാം ഘട്ടവും പൂർത്തീകരിക്കുകയും ഈ വർഷത്തെ കടുവ സർവേ പൂർത്തീകരിക്കുകയും സമ്പൂർണ്ണ കണക്ക് പുറത്തുവരികയും ചെയ്യും. വനത്തിനകത്തെ കരുളായി നെടുങ്കയം പണിയഗോത്ര വനാവകാശ ഊരുകൂട്ടം സമിതിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കി. സാമൂഹ്യ വനാവകാശ രേഖയിലൂടെ ലഭ്യമായ ഭൂമിയിൽ വിഭവ പരിപാലനവും സംരക്ഷണവും വിപണനവും നടത്തുന്നതിനാവശ്യമായ മാനേജ്മെന്റ് പ്ലാനാണ് തയ്യാറാക്കിയത്. നെടുങ്കയം CFR സെക്രട്ടറി N സുനിൽകുമാർ, V അനീഷ്, അയ്യൂബ് മാനന്തവാടി എന്നിവർ ക്ലാസ് എടുത്തു. V ഫസീല മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തി. മഹിളാ സമഖ്യ CRP അജിത, NK വൈഷ്ണവി, ശ്യാംജിത്ത് പാലക്കയം, നെടുങ്കയം ആദിവാസി VSS പ്രസിഡന്റ് NK ശ്രുതി എന്നിവർ സംസാരിച്ചു. ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി. മമ്പാട് ഗ്രാമപഞ്ചായത്ത് കരിക്കാട്ടുമണ്ണ MCFൽ ഫയർ ഓഡിറ്റ്, തീപിടുത്ത സാധ്യത പരിശോധന, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന തുടങ്ങിയവ നടന്നു. മലപ്പുറം ജില്ലാ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ രതീഷ് ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വണ്ടൂർ ബ്ലോക്ക് GEO അനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ PP ഷമീർ, RGSA കോർഡിനേറ്റർ ശ്രീജ, ശുചിത്വ മിഷൻ ബ്ലോക്ക് RP അജ്മൽ എന്നിവർ സംഘത്തിനുണ്ടായിരുന്നു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ JCAയുടെ അലൂനി ക്ലബ് JSC മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് പ്രശസ്ത മജീഷ്യനും പഴയകാല JCA പ്രസിഡന്റുമായ നിലമ്പൂർ RK മലയത്തിനെ ചേർത്ത് തുടക്കം കുറിച്ചു. എൻ്റെ മുൻപിൽ ഒരു പ്രീഫിക്സ് ആദ്യമായിട്ട് നല്ല ഒരു ഡെസിഗ്നേഷൻ വരുന്നത് JC എന്നുള്ളത് തന്നെയായിരുന്നു. 1980കളിൽ നിലമ്പൂർ JCSൽ വളരെയധികം പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. നിലമ്പൂർ JCSൻ്റെ പ്രസിഡൻ്റായി ഇരുന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല പ്രസിഡൻറ്റിനുള്ളതായ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിനെ തുടർന്ന് കേരള JCSൻ്റെ അന്ന് ഒരൊറ്റ സോണേ ഉള്ളൂ കേട്ടോ. ആ കേരള JCSൻ്റെ സ്റ്റേറ്റ് PR ഡയറക്ടറായിട്ട് എനിക്ക് സേവനമനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 2 കാലഘട്ടങ്ങളിലും വളരെ വിലപിടിപ്പുള്ളതായ സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട്. നിലമ്പൂർ കോടതിപ്പടിയിലുള്ള RK മലയത്തിന്റെ വസതിയിൽ വെച്ച് ചേർന്ന പ്രോഗ്രാമിൽ സോൺ 28 JAC ചെയർമാൻ അരുൺ രവി RK മലയത്തിന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത്. പഴയ സീനിയർ JCI പ്രസിഡന്റായ RK മലയത്തിനെയും ഭാര്യ നിർമ്മല മലയത്തിനെയും സോൺ 28 JAC വൈസ് ചെയർമാൻ മുജീബ് ദേവച്ചേരി ഷോൾ അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ JCA പ്രസിഡന്റ് ഷമീർ ബാബു, സോൺ സെക്രട്ടറി ജയേഷ് ബാബു, സോൺ ട്രഷറർ ജാബിർ മുഹമ്മദ്, ലോക്കൽ ഓർഗനൈസേഷൻ സെക്രട്ടറി സാജിദ, ട്രഷറർ ഷാജി മീഡിയ സ്പോർട്ട് എന്നിവർ ആശംസകൾ അറിയിച്ചു. നിലമ്പൂർ കോവിലകത്തുമുറിയിലെ ഏറ്റവും മുതിർന്ന അംഗം ഇന്ന് 100 വയസ്സ് തികഞ്ഞ വലിയാട്ട് ഉണ്ണികൃഷ്ണ പണിക്കരെ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കോവിലകത്തുമുറി ഉദയം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും കൂടിയായ MK ബാലകൃഷ്ണൻ വീട്ടിലെത്തി ആദരിച്ചു. 13 വയസ്സ് മുതൽ ഏകദേശം 60 വർഷക്കാലത്തോളം അദ്ദേഹം നിലമ്പൂർ കോവിലകത്തിന്റെ വിവിധ മേഖലയിൽ ജോലിയിൽ സേവനമനുഷ്ഠിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ 177-ാം നമ്പർ ബൂത്തിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. പിന്നെ വളരെ ചെറുപ്പത്തിൽ 12 വന്നിട്ടുണ്ട്. ഞാൻ വളണ്ടിയർ ക്ലർക്കായിട്ട് കയ്യക്ഷരം നന്നാക്കാൻ അന്വേഷിച്ചത് അവിടെ. ആ വലിയ ലെറ്റർ ബുക്കിൽ പഴയ ആധാരങ്ങൾ ബുക്കിൽ എഴുതുന്ന പണിയായിരുന്നു എനിക്ക്. അങ്ങനെ എഴുതി കഴിഞ്ഞ് അതായപ്പോഴേക്ക് എനിക്ക് തന്നത് പിന്നെ അന്ന് പാലക്കോട് കുട്ടികൃഷ്ണൻ നായരായിരുന്നു നമ്മളെ ഹെഡ് ക്ലർക്ക്.
ഓണവിഷുവിന് 5 ഉറുപ്പ്യ തരുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെ കഴിഞ്ഞ് പോന്ന് എനിക്ക് ഒരു 20-25 15 പോന്നിട്ട് ഒരു 20-22 ഏട്ടൻ തമ്പുരാൻ്റെ കാലത്ത് പോകുമ്പോൾ 22 ഉറുപ്പ്യ ശമ്പളമായിരുന്നു എനിക്ക്. ആ ഏട്ടൻ തമ്പുരാൻ പോണ പോക്കിൽ ഒരു 3 ഉറുപ്പ്യ കയറ്റി തന്നു. വീട്ടുമുറ്റത്ത് 60 അടി താഴ്ചയിലുള്ള കിണറിൽ വീണ മൂർഖനെ വനം ദ്രുത പ്രതികരണ സേന രക്ഷപ്പെടുത്തി. സേനയിലെ സ്നേക്ക് റെസ്ക്യൂ വാച്ചർ NS സന്തോഷ് അതിസാഹസികമായി കിണറ്റിലിറങ്ങി പാമ്പിനെ രക്ഷിക്കുകയായിരുന്നു. ചുങ്കത്തറ കളക്കുന്നിലാണ് സംഭവം. കിണറിൽ 3 ദിവസമായി പാമ്പിനെ കാണുന്നു എന്ന് സേനയുടെ നമ്പറിൽ വിളിയെത്തിയതാണ് ദൌത്യത്തിന്റെ തുടക്കം. വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ CPO PC പ്രസീദയാണ് വിളിച്ചത്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PN രാകേഷിന്റെ നിർദ്ദേശപ്രകാരം SFO R ശങ്കരൻ, V സലീഷ് കുമാർ, PR രതീഷ്, M ഷിതിൻ, സന്തോഷ് എന്നിവർ സ്ഥലത്തെത്തി. കിണർ കണ്ടപാടെ ദൌത്യം എളുപ്പമല്ലെന്ന് സംഘത്തിന് ബോധ്യമായി. ആഴവും അടിഭാഗത്ത് റിങ്ങുകൾ ഇടുങ്ങിയതുമാണ് കാരണം. വെള്ളത്തിൽ തെങ്ങോല കയറിൽ കെട്ടിയിറക്കി പാമ്പിനെ പൊക്കിയെടുക്കുവാൻ ശ്രമം നടത്തിയത് വിജയിച്ചില്ല. മരച്ചില്ലകൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണവും വിജയിച്ചില്ല. ദൌത്യം ഉപേക്ഷിക്കുവാൻ ആലോചന തുടങ്ങി. ദിവസങ്ങളായി ശുദ്ധജലം മുടങ്ങിയതിന്റെ ദുരിതം പ്രസീദ വിവരിച്ചപ്പോൾ മടങ്ങാൻ സംഘത്തിന് കഴിഞ്ഞില്ല. സന്തോഷ് കിണറിൽ ഇറങ്ങുവാൻ തയ്യാറായി. മുന്നോടിയായി ഓക്സിജൻ അളവ് പരിശോധിക്കുവാൻ കത്തിച്ച മെഴുകുതിരി കിണറ്റിലിറക്കി. 3 തവണ പരീക്ഷിച്ചപ്പോഴും 6 മീറ്റർ താഴ്ചയിൽ തിരികെട്ടു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അരയിൽ കയർ കെട്ടി ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ സന്തോഷ് കിണറിൽ ഇറങ്ങി. മറ്റൊരു കയറിൽ ചാക്ക് ഇറക്കി കൊടുത്തു. റിങ്ങിനിടയിലും വെള്ളത്തിലുമായി കിടന്ന മൂർഖൻ അവശനായിരുന്നെങ്കിലും ശൗര്യം കാണിച്ചുകൊണ്ടിരുന്നു. അല്പനേരം കൊണ്ട് പിടികൂടി ചാക്കിലാക്കി രക്ഷപ്പെടുത്തി. ഇലകളും മറ്റും നീക്കി വെള്ളം ശുചീകരിച്ച ശേഷമാണ് സന്തോഷ് കിണറിൽ നിന്നും കയറിയത്. കിണറിന്റെ മുകൾ ഭാഗത്ത് സുരക്ഷാഭിത്തിയായി 3 റിങ്ങുകളുണ്ട്. ഈർപ്പം തേടിയെത്തിയ പാമ്പ് റിങ്ങിന് മീതെ ഇഴയവേ കിണറിൽ പതിച്ചതാകാമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രാകേഷ് പറഞ്ഞു. RRT ഓഫീസിൽ എത്തിച്ച് നിരീക്ഷിച്ച ശേഷം മൂർഖനെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.